ഇവിടെ സ്ക്രീനിൻ്റെ ഈ ഹാഫ് നിങ്ങൾക്ക് ഗ്രീനറി കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് നോക്കിയേ മേഘം എന്താണ്, അതിൻ്റെ അപ്പുറത്തുള്ള കാടുകൾ എന്താണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. വല്ലാത്ത കാഴ്ചകളാണ്. ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് പുൽത്തൈലം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നത്. നല്ല വിലയുണ്ട് ലിറ്ററിന്. വണ്ടി കാണുന്നില്ല. ഒരു ശരാശരി അട്ട നിങ്ങൾക്ക് കടിച്ചാൽ നിങ്ങളുടെ കാലിൽ നിന്നും ഒലിച്ചു പോകുന്ന രക്തം അത് ഇത്രത്തോളമായിരിക്കും. ഇതാണ് സാക്ഷാൽ അട്ട. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മഹ്സിൻ റോംസ്. അങ്ങനെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു യാത്രയിലാണ്. കാസർഗോഡ് ജില്ലയിലെ റാണിപുരത്തേക്കാണ് ഈ യാത്ര. ഇവിടെ സാബിത്തുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫൈസൽ. അപ്പോൾ നമ്മൾ 3 പേര് നേരെ റാണിപുരത്തേക്ക്. അങ്ങനെ മനോഹരമായ മലയോര പാതയിലൂടെ നമ്മുടെ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡ്രൈവർ ഫൈസൽ ഫുള്ള് എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്നത്. എങ്ങനെയുണ്ടാ ഡ്രൈവ്? അടിപൊളി റോഡ്, അടിപൊളി. സാവിത്തെ എന്താ സൈലന്റ് ആയിനെ? സൈലന്റ് മോഡിൽ ഇട്ടിട്ടുണ്ടോ? കുറച്ച് സമയത്ത് കിടിലൻ വ്യൂ ആണ് ഈ ഒരു റോഡിലൂടെ. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഹിൽ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള കാഴ്ചകളെക്കാൾ കൂടുതൽ രസകരമാവുന്ന ഇത്തരത്തിലുള്ള ഡ്രൈവാണ്. കാസർഗോഡിലെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനിൽ ഒന്നാണ് റാണിപുരം എന്ന് പറയുന്ന ഈ ഒരു ഹിൽ സ്റ്റേഷൻ. മഴക്കാലമൊക്കെ ആവുമ്പോൾ ഒരുപാട് സഞ്ചാരികളാണ് റാണിപുരം ലക്ഷ്യമായിട്ട് യാത്ര തിരിക്കുന്നത്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൊക്കെ റാണിപുരത്തിലെ ദൃശ്യങ്ങളൊക്കെ വൈറലാണ്. അപ്പോൾ ഒരുപാട് സഞ്ചാരികൾ കാസർഗോഡ് നിന്ന് പുറത്തു നിന്നും അതുപോലെ തന്നെ കർണാടകയിൽ നിന്നൊക്കെ ഒരുപാട് പേര് റീൽസ് നിന്നൊക്കെ കണ്ടിട്ട് റാണിപുരം യാത്രയ്ക്ക് വരാറുണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്നത് കോടമഞ്ഞാണെന്ന് വിചാരിക്കും, പക്ഷെ തെറ്റി. ഇതാരോ ഇവിടെ പ്ലാസ്റ്റിക് കത്തിച്ചതാണ്. നല്ല മഴയൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ് ഇപ്പോൾ. ഇതേപോലെ മഴക്കാലത്തല്ല, പക്ഷെ വേനൽക്കാലത്ത് ഒരുപാട് പ്രതീക്ഷിച്ച് നല്ല കാഴ്ചകളായിരിക്കും എന്ന് വിചാരിച്ച് പോയിട്ട് മൊത്തം ഫ്ലോപ്പായി. ഏകദേശം നമ്മളൊരു പകുതി ട്രക്ക് ചെയ്ത് തിരിച്ചിറങ്ങുകയാണ് ഉണ്ടായത്. ഫ്ലാഷ് ബാക്ക്. റാണിപുരത്താണുള്ളത്. ചെറിയൊരു ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ നിങ്ങള് റാണിപുരം ട്രക്ക് ചെയ്യുമ്പോൾ ടയർഡ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്ത ആൾക്ക് നെക്സ്റ്റ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോ അന്ന് തന്നെ നമ്മള് മനസ്സിൽ കരുതിയാണ് റാണിപുരം അതിന്റെ ഏറ്റവും ഒരു പ്രോപ്പർ സീസണിൽ, പീക്ക് സീസണിൽ തന്നെ പോകണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളെ ഫൈസൽ ഭായ് അതിനു വേണ്ടിയിട്ട് തന്നെ ഖത്തറിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. മഴക്കാലത്ത് മഴപ്പാറ്റൊക്കെ ഇറങ്ങുന്ന പോലെ ഇനിയിപ്പോ മുകളിലെത്തിച്ചാ പറയും ആടെ മഴ ഉണ്ടാവില്ല എന്നുള്ളത്. എന്ത് മനോഹരമായ റൂട്ടാണ് നോക്കിയാൽ. നല്ല മഴ നനഞ്ഞ് റോഡൊക്കെ നല്ല കുതിർന്ന് വേറെ തന്നെ വൈബാണ്. ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ഫൈസലിനായിരിക്കും ഇതിന്റെ യഥാർത്ഥ ഒരു അനുഭവം കിട്ടുന്നത്. എങ്ങനെയുണ്ട് ഫൈസൽ ഡ്രൈവ്? ഒന്നും പറയാനില്ല. നമ്മൾ എന്താണ് ആഗ്രഹിച്ചത് അതുപോലത്തെ ലൈറ്റ് മഴ, വണ്ടിയില്ലാത്ത റൂട്ട്, സ്ലോ ഡ്രൈവ്, കുറെ ചളി കോമഡി ആയിട്ട് സാബിക്ക് എല്ലാം കൊണ്ടും അനുയോജ്യമായ ഈ ഒരു അനുഭവം നിനക്ക് വീട്ടിൽ കടന്നുറങ്ങിയാൽ കിട്ടുമോ? ഒരിക്കലും ഇല്ല. വീട്ടിൽ കടന്നുറങ്ങുകയാണെങ്കിൽ ഇപ്പൊ ഈ വെക്കേഷൻ എടുത്തിട്ട് വരുമോ? ഒരാഴ്ചന്റെ വെക്കേഷൻ. ഇറ്റ്സ് പ്രീഷ്യസ്. ടൈം ഈസ് പ്രീഷ്യസ്. ശരിക്കും പറഞ്ഞാൽ വണ്ടി പ്രാന്തന്മാരൊക്കെ ഈ ഒരു മൺസൂൺ കാലത്ത് ഈ ഒരു ഡ്രൈവ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലുള്ള ഏതാണോ ഏറ്റവും അടുത്തുള്ള ഹിൽ സ്റ്റേഷൻ, അതിലേക്ക് പോകുന്നത് വളരെ നല്ലൊരു അനുഭവം തന്നെയായിരിക്കും.
നമ്മൾ നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ ഒന്ന് വണ്ടി സൈഡാക്കി പുറത്തിറങ്ങിയതാണ്. അത് കണ്ടോ, മലമുകളിൽ നല്ലൊരു കോപ്പി പേസ്റ്റ് ചെയ്ത് എടുത്തു വച്ച രീതിയിൽ ഒരു മനോഹരമായൊരു ക്രിസ്ത്യൻ പള്ളി. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. പിറകിൽ കാട്, അതുപോലെ തന്നെ കോടമഞ്ഞ്, ചാറ്റൽ മഴ. വല്ലാത്തൊരു അനുഭവം തന്നെ. മനോഹരമായൊരു വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ വലിയൊരു വെള്ളച്ചാട്ടം നിങ്ങൾ പ്രതീക്ഷിച്ച് കാണും. പക്ഷേ ചെറിയൊരു വാട്ടർ പാസേജ് ആണ്. പക്ഷേ നിങ്ങൾക്ക് ആസ്വദിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ വലുതുണ്ട് ചെറുതുണ്ട്, എല്ലാ കാഴ്ചകളും നമുക്ക് മനോഹരമാക്കാം. ഒന്നും പറയാൻ പറ്റുന്നില്ല, കിടിലൻ ഫീലാണ്. നല്ല മഞ്ഞും അതുപോലെ തന്നെ ചാറ്റൽ മഴയൊക്കെ ആയിട്ട് വല്ലാത്തൊരു എക്സ്പീരിയൻസ്. വണ്ടി കാണുന്നില്ല, അവിടെ ഉണ്ടായിരുന്ന മതിയായിരുന്നു. നമ്മളെ വണ്ടി കാണാനില്ല ഗൈസ്. അവിടെ പോയിട്ട് നമുക്ക് വണ്ടി ഉണ്ടോ നമുക്ക് സൂചിപ്പിക്കുന്ന പെട്ടെന്നുള്ള ക്ലൈമറ്റ് ചേഞ്ചസ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് നേരം സമയം കളയാനില്ല. ഇനി നമുക്ക് നേരെ റാണിപുരത്തേക്ക് വിടാം. അങ്ങനെ ഫൈനലി നമ്മൾ റാണിപുരത്ത് എത്തിയിട്ടുണ്ട്. റാണിപുരം ഹിൽ സ്റ്റേഷനിലേക്കുള്ള കവാടാണിത്. ഇവിടുന്ന് ഇപ്പോൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് നമുക്ക് നേരെ ട്രക്കിംഗ് തുടങ്ങാം. ഇതാണ് റാണിപുരം ഹിൽ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടർ. ചേച്ചി, ടിക്കറ്റിന് എത്രയാ? ഒരാൾക്ക് 50 രൂപ. 50 രൂപ. അപ്പോൾ നമ്മൾ 3 പേര് 150. പിന്നെ വണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊരു വണ്ടിക്ക് എത്രയാ എക്സ്ട്രാ? പാർക്കിംഗ് ഫീസ് ഉണ്ട് കേട്ടോ. ഓക്കെ. ബൈക്കിന് 10 രൂപ, കാറിന് 30 രൂപ. ഓക്കെ. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ റാണിപുരത്തെ കുറച്ച് പ്രൊഡക്ട്സ് കാണാം. കാപ്പിപ്പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി. ഇങ്ങനെ ഇവിടെ റാണിപുരം ബേസ് ചെയ്തിരിക്കുന്ന ഒരുപാട് സ്പൈസസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ആവശ്യാനുസരണം ആളുകൾക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മൾ ട്രക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് മുകളിലോട്ട് 6 കിലോമീറ്ററാണ് ട്രക്കിംഗ് ഉള്ളത്. കുറച്ച് ഡിഫിക്കൽട്ടായ ടെറൈനാണ്. വ്യത്യസ്തമായ ഒരുപാട് മരങ്ങളുള്ള ഒരു ജൈവവൈദ്യത്തിൻ്റെ കലവറ തന്നെയാണ് റാണിപുരം. ഇത് ചേരപ്പാലി എന്ന് പറയുന്ന ഒരു മരമാണ്. അങ്ങനെ നമുക്ക് കണ്ട് പരിചയമുള്ളതും അതുപോലെ തന്നെ പരിചയമില്ലാത്തതായിട്ട് ഒരുപാട് മരങ്ങളുടെ വെറൈറ്റീസ് ഇവിടെയുണ്ട്. വട്ട, മക്കരാങ്ക, പെൽത്താത്ത. ഇവിടെ കരഞ്ഞു മഞ്ഞൾ, കുരഞ്ഞു മഞ്ഞൾ, അതുപോലെ തന്നെ വെള്ളച്ചേര്, നാങ്ക്, ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസുള്ള മരങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ പാറ കണ്ടില്ല, ഇത് വീഴാതെ എങ്ങനെയാണ് ഇത് ഇവിടെ ഇങ്ങനെ കിടക്കുന്നതെന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. അത് സാവിത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. സാവിത്ത് ഇത് എങ്ങനെയാ സാവിത്ത്, ഇതിന് സപ്പോർട്ട് എവിടെയാണ്? ഇവിടെ 2 കമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെതാ ഇവിടെ 2 അത് ശരി. ഈ 2 സ്റ്റിക്ക് കൊണ്ട് ഈ ഒരു പാറ ജസ്റ്റ് തൊടണ്ട. ഓക്കെ ഓക്കെ. കോടമഞ്ഞാൽ നിറഞ്ഞിരിക്കുകയാണ്. വാ, ഈ കാഴ്ചകൾ കാണാൻ നിങ്ങൾ ഇവിടെ തന്നെ വരണം. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. സാവിത്ത, എങ്ങനെയുണ്ട് അനുഭവം? ഇത് എന്ന് പറഞ്ഞെങ്കിലേ അട്ട ഇല്ലെങ്കിൽ അടിപൊളി ഒരു
അനുഭവമായിരിക്കും. ലുക്ക് അറ്റ് ഹിയർ, ദിസ് ഈസ് റാണിപുരം. മനോഹരമായ കാഴ്ചകളാണ്, 360 ആംഗിളിൽ നിന്നുള്ള കാഴ്ചകൾ. റാണിപുരം അതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സീനറിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് പ്രാവശ്യം വന്നിട്ടുണ്ട്, 1, 2, 3 പ്രാവശ്യം മുമ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു ക്ലൈമറ്റ് ആദ്യമായിട്ടായിരുന്നു. കണ്ടോ, ഈ രീതിയിലുള്ള കാടുകളാണ് അതിന് അപ്പുറത്തുള്ളത്. പക്ഷേ കോടമഞ്ഞ് നിറഞ്ഞിട്ട് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ. ഇവിടെ ചെറിയൊരു വിശ്രമ കേന്ദ്രമൊക്കെ ഉണ്ടായിരുന്നു. അത് ആനക്കൂട്ടൊക്കെ ഇറങ്ങിയപ്പോൾ തകർത്തതാണ്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ മുമ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് കണ്ടിരുന്നു. തൊട്ടപ്പുറത്ത് കോടമഞ്ഞ് വന്നിട്ട് ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ട്രക്കിങ്ങിന് പറ്റിയ ഏറ്റവും നല്ല സമയം മൺസൂൺ മഴക്കാലത്താണ്. കാരണം നമുക്ക് ഒരു തരത്തിലുള്ള ക്ഷീണമോ അല്ലെങ്കിൽ ബോറടിയോ ഒന്നുമില്ല. വീക്കെൻഡ് ആണെങ്കിൽ ഇവിടെ ഒരുപാട് സഞ്ചാരികൾ കാണാറുണ്ട്. ഇന്നൊരു തിങ്കളാഴ്ചയാണ്, അതുപോലെ തന്നെ നല്ല മഴയുണ്ട്. ഇന്ന് റെഡ് അലേർട്ടാണ് കാസർഗോഡ് ജില്ലയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്ന് കമ്പാരിറ്റീവ്ലി ഇവിടെ ടൂറിസ്റ്റൊക്കെ കുറവാണ്. നല്ലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് കാട്ടിനപ്പുറത്ത്. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. പോകാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ പോയി നോക്കണം. ഇവിടെ സ്ക്രീനിൻ്റെ ഈ ഹാഫ് നിങ്ങൾക്ക് ഗ്രീനറി കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് നോക്കിയേ, മേഘം എന്താണ്, അതിൻ്റെ അപ്പുറത്തുള്ള കാടുകൾ എന്താണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. വല്ലാത്ത കാഴ്ചകളാണ്, ഒരു രക്ഷയില്ല. കോട വന്ന് നിറഞ്ഞിട്ട്. എന്തായാലും റാണിപുരം വരാൻ പറ്റിയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് സമയത്താണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളതെന്ന് നിസ്സംശയം പറയാം. ഫൈസലേ, ആർ യു എൻജോയിങ്? യെസ്, സൂപ്പർ ക്ലൈമറ്റ്, ഒന്നും പറയാനില്ല. ചാറ്റൽ മഴ, കോടമഞ്ഞ് എല്ലാം ഉണ്ട്. കട്ടൻ ചായന്റെ ഒരു കുറവുണ്ട്, നല്ലൊരു കട്ടൻ ചായയുടെ കുറവുണ്ട്. ഇവിടെ ഇതിന്റെ മുകളിൽ ഒരു കട്ടൻ ചായയുടെ ഷോപ്പ് ഇട്ടാൽ ഒരു തട്ടുകട ഇട്ട് കഴിഞ്ഞാൽ അത് ഒടുക്കത്തെ കച്ചവടമായിരിക്കും തോന്നുന്നു. ഒരു സൈലന്റ് വാലിയിലൊക്കെ വന്നൊരു അനുഭവമാണ്. വേറെ ഒരു ശബ്ദവും ഇല്ല, പ്രകൃതിയുടെ ശബ്ദം മാത്രം, പക്ഷികളും അതുപോലെ തന്നെ ചീവീടും. മഴ വന്നിരിക്കുകയാണ്. എൻ്റെ റെയിൻകോട്ടാണെങ്കിൽ സാബിത്ത് എടുത്തിട്ട് മുന്നോട്ട് പോയി. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ഒരു ഷെൽട്ടറിലേക്ക് എത്തണം. നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുമ്പോൾ അറിയാണ്ട് ഇങ്ങനെ ഏതോ കയ്യിൽ കിട്ടിയൊരു ചെടി നമ്മൾ പറിച്ച് ഇങ്ങനെ കയ്യിലതൊന്ന് തിരുമ്മി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. ഇതാണ് ആ ഒരു ചെടി. പുൽത്തൈലത്തിൻ്റെ മണം, അതായത് പുൽത്തൈലം ഉണ്ടാക്കുന്ന തൈയാണിത്. പുൽത്തൈലം അതേപോലെ നമ്മളെ കടയിലൊക്കെ കിട്ടുന്ന പുൽത്തൈലം നാടൻ പുൽത്തൈലം ഉണ്ടാക്കുന്ന ഇതാണ്. ശരിക്കും നമ്മളെ ഷോപ്പിലുള്ള പിനോയിൽ അതല്ല, ഫ്ലേവറാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ നാച്ചുറൽ ഈ സാധനം ഉപയോഗിച്ചിട്ടാണ് പുൽത്തൈലം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നത്. നല്ല വിലയുണ്ട് ലിറ്ററിന്. വല്ലാത്തൊരു മണമാണ് കേട്ടോ. നമുക്ക് വെറൈറ്റി മണം. പറയുമ്പോൾ ട്രക്കിങ് അല്ലെങ്കിൽ മലകയറ്റം എന്നൊക്കെ പറയുമ്പോൾ കേൾക്കാൻ നല്ല രസമുണ്ട്, സുഖമുള്ളൊരു ഏർപ്പാടാണ് കേൾക്കുമ്പോൾ. പക്ഷേ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു വല്ലാത്ത പലർക്കും ഫിസിക്കലി ഭയങ്കര ഒരു ചാലഞ്ചിങ് ആയൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ട്രക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും യാത്ര ഇഷ്ടമുള്ളവർ തന്നെ ട്രക്കിങ്ങിന് കൂട്ടാക്കാത്തത്. പക്ഷേ ഇത്രയും എഫേർട്ട് എടുത്ത് ഇത്തരത്തിലുള്ള ഹിൽ സ്റ്റേഷൻ നിങ്ങൾ കവർ ചെയ്ത് മുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചകൾ ഇതുപോലെയുള്ള കണ്ടില്ലേ. ഫൈസൽ നേരത്തെ കരിനാക്ക് എടുത്തിട്ട് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഇന്ന് അട്ടയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ഫുള്ള് പാർട്ടിങ് ഒക്കെ ചെയ്തിട്ട് അട്ട ഇന്ന് കിടന്നുറങ്ങി കാണുന്നൊക്കെ നമ്മൾ നേരത്തെ തമാശ പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങളിത് കാണുക. ശരിക്കും പറഞ്ഞാൽ കരിനാക്ക് എടുത്ത് പറഞ്ഞ ഫൈസലിനായിരുന്നു ഇത് വരേണ്ടിയിരുന്നത്. പക്ഷെ കണ്ടോ എനിക്ക് അട്ടക്കടി കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. അട്ട കടിച്ചു പോയിട്ടുണ്ട്. കണ്ടോ ഇതാണ് സാക്ഷാൽ അട്ട, എന്നെ കടിച്ച അട്ട. കണ്ടില്ലേ, ഒരു ശരാശരി അട്ട നിങ്ങൾക്ക് കടിച്ചാൽ നിങ്ങളുടെ കാലിൽ നിന്നും ഒലിച്ചു പോകുന്ന രക്തം അത് ഇത്രത്തോളമായിരിക്കും. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം
വേദന നമ്മള് വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ്. ഏകദേശം 3-4 കിലോമീറ്റർ താഴോട്ട് ഇറങ്ങാനുണ്ട്. അപ്പോൾ വേറൊരു സമയത്ത് തീർച്ചയായിട്ടും വീണ്ടും ഇങ്ങോട്ട് വരണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾ റാണിപുരത്ത് ഇതുവരെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് റിയലായിട്ട് എന്താണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു മൺസൂൺ കാലത്ത് ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്ന് മനസ്സിലായി കാണും. അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ റാണിപുരം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വരിക. അപ്പോൾ വേറെ വളരെ നല്ലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും തന്നെ നമുക്ക് കാണാം. താങ്ക് യു. ബൈ ബൈ.